വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ അഴിയേണ്ടവന്നേ. ഫ്ലാഷ് ബാക്ക്. കോൺഗ്രസും യു.ഡി.എഫും സ്വീകരിക്കുന്ന നിലപാടാ. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാമുദായിക സംഘടനകളെയും വർഗീയ പ്രസ്ഥാനങ്ങളും എല്ലാം ഒരേ കുടക്കീഴിൽ അണിനിരത്താനുള്ള നിലപാടാണല്ലോ യു.ഡി.എഫ് സ്വീകരിച്ചത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPI-യെയും വെൽഫെയർ പാർട്ടിയെയും എന്തിന് RSSകാരെ പോലും അധികാര കസേര ലഭ്യമാക്കാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ ഒരു തെളിവാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിക്കുന്നത്. അപ്പോ അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് ആരെയും ആശ്രയിക്കാം, അതുപോലെ നിലപാടുകൾ മാറ്റി മാറ്റി പറയാം. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് വഴിയേ അറിഞ്ഞോളൂ. ഏറ്റവും രൂക്ഷമായി കേരളത്തിലെ തൊഗാഡിയ എന്ന് വിളിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അഡ്രസ് ചെയ്യുന്നത് സഖാവ് പിണറായി വിജയനാണ്. അപ്പൊ എന്നിട്ടാണ് പ്രകാശൻ മാസ്റ്റർ ചർച്ചയിൽ വന്നിരിക്കുന്നത് പറയുന്നത് തരാതരം നോക്കി നിലപാട് മാറ്റുന്നവരാണ് കോൺഗ്രസ് എന്ന്. നോക്കൂ, കേരളത്തെ തൊഗാഡിയ എന്ന് വിളിച്ച അതേ സഖാവ് പിണറായി വിജയൻ അങ്ങനെയല്ല. അദ്ദേഹം വളരെ ബഹുമാന്യനാണ്, സ്വീകാര്യനാണ്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞതെല്ലാം മറന്നേ പോയി, എനിക്ക് അൽസിമേഴ്സ് വിളിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് മാറ്റിയത് നമ്മൾ കണ്ടതാണ് പ്രകാശൻ മാസ്റ്ററെ. അതല്ല ഉദ്ദേശം. അതായത് നിലപാടില്ലാതെ നട്ടലിന്റെ സ്ഥാനത്ത് നിലപാടിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നാളെ വാഴകളെല്ലാം കൂടെ എനിക്കെതിരെ 408 ഡിഫമേഷൻ നോട്ടീസ് കൊടുക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ സർക്കാരിന്റെ നിലപാട്. പിണറായി വിജയൻ എഴുതിയ പുസ്തകമുണ്ട്. ആ പിണറായി വിജയൻ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ. ആ പുസ്തകത്തിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ജാതി കോമരം, വങ്കൻ, സമുദായ ഭ്രാന്തൻ, അഴിമതിക്കാരൻ, അബ്കാരി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. വി.ഡി. സതീശനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതാ. കോൺഗ്രസ് വരുന്നതിനെ അല്ല അവർ എതിർക്കുന്നത്, വി.ഡി. സതീശനെ എതിർക്കുന്നു. എന്തുകൊണ്ട്? വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ അഴിയേണ്ടവന്നേ. ഈ മൈക്രോ ഫിനാൻസ് കേസൊക്കെ അന്വേഷണം നടക്കും. അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരായ കോൺഗ്രസിന് ഇഷ്ടക്കാരായ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതേ ഉള്ളൂ. വരുന്നതിൽ ഇദ്ദേഹത്തിനും താല്പര്യം അല്ല, കോൺഗ്രസിനോടല്ല അവർക്ക് എതിർപ്പ്. സമാധാനമായ